Hello guys, I'm Shram from Think Institute of Design. So, നമ്മളൊരു ഡിസൈൻ ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്, which is perspective. സോ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹ്യൂമൻസ് എങ്ങനെയാണോ കാണുന്നത് അതിനാണ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ മുന്നിൽ ഒരു ബോക്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ബോക്സ് നമ്മൾ കാണുമ്പോഴത്തേക്കും അതിൻ്റെ എഡ്ജസ് ഒരു പോയിന്റിലോട്ട് വാനിഷ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും അല്ലേ. അപ്പോൾ ആ വാനിഷ് ചെയ്യുന്ന ആ പോയിന്റ്, ആ ഒരു പെർട്ടിക്കുലർ പോയിന്റാണ് വാനിഷിങ് പോയിന്റ്സ് എന്ന് പറയുന്നത്. സോ പെർസ്പെക്റ്റീവ് എപ്പോഴും വാനിഷിങ് പോയിന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് വർക്ക് ചെയ്യുക. ഓക്കെ, സോ ഇപ്പോൾ ഒരു വാനിഷിങ് പോയിന്റിലോട്ടാണ് പോകുന്നതെങ്കിൽ അതിനെ 1 പോയിന്റ് എന്നും, 2 വാനിഷിങ് പോയിന്റ് ഉണ്ടെങ്കിൽ അത് 2 പോയിന്റ് എന്നും, 3 വാനിഷിങ് പോയിന്റ് ഉണ്ടെങ്കിൽ അതിനെ 3 പോയിന്റ് എന്നും, 3 കൂടുതൽ വരികയാണെങ്കിൽ അതിനെ മൾട്ടി പോയിന്റ് പെർസ്പെക്റ്റീവ് എന്നും പറയും. ഓക്കെ, സോ സാധാരണഗതിയിൽ നമ്മളൊരു ബോക്സ് വരയ്ക്കാമെന്ന് വെക്കാം. അപ്പം അത് ഏകദേശം ഈ ഒരു ഫോമിലായിരിക്കും നമ്മളൊരു ബോക്സ് വരയ്ക്കാം. അതിന് ഒരു എക്സ് ഉണ്ടാവും, ഒരു വൈ ഉണ്ടാവും, ഒരു സെഡ് ഉണ്ടാവും. ഓക്കെ, അതിന് കാരണം എന്താ? ഇതൊരു 3D ഫോമാണ്. സോ പെർസ്പെക്റ്റീവിൻ്റെ കേസിലും അത് തന്നെയാണ്. അതായത് നമ്മൾ 3D ഫോംസിനാണ് നമ്മൾ വരയ്ക്കാൻ ശ്രമിക്കുന്നത് പെർസ്പെക്റ്റീവിൽ. ഓക്കെ, സോ ഇവിടുത്തെ ആ ചേഞ്ച് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഏതെങ്കിലും ഒരു എഡ്ജസ് ഒരു പോയിന്റിലോട്ട് വാനിഷ് ചെയ്യും. ഓക്കെ, അത് എയ്തർ എക്സ് ആവാം, അല്ലെങ്കിൽ വൈ ആവാം, അല്ലെങ്കിൽ ഇസഡ് ആവാം. ഇതിലേതെങ്കിലും ഒരു പോയിന്റ് ഒരു വാനിഷിംഗ് പോയിന്റിലോട്ട് പോകുന്ന പോലെ തോന്നുമ്പോഴാണ് അതൊരു പെർസ്പെക്റ്റീവിലാണ് നമ്മൾ പറയാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് 1 പോയിന്റ് പെർസ്പെക്റ്റീവ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ഫ്രെയിം എടുത്ത് നിൽക്കാം. ഓക്കെ, അപ്പോൾ ഈ ഫ്രെയിമിൽ നമ്മളൊരു ലൈൻ വരച്ചു. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ലൈൻ നമ്മൾ വരച്ചിട്ട് അതിലൊരു വാനിഷിംഗ് പോയിന്റ് ഡിസൈഡ് ചെയ്തു. അപ്പം ഒരു ലൈനിൽ നിന്ന് നമ്മൾ ആ ഒരു വാനിഷിംഗ് പോയിന്റ് കൊണ്ടുവന്നു. അപ്പം ഈ ലൈനാണ് നമ്മളുടെ ഹൊറൈസൺ എന്ന് പറയാം. ഹൊറൈസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു സീൻ കാണുകയാണ്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ഒരു ബീച്ചിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ബീച്ചിലെ ലാൻഡും സീയും തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ടാവും, ഒരു ഹൊറൈസൺ പോലെ, ഒരു ലൈൻ പോലെ. അതിനാണ് ഹൊറൈസൺ എന്ന് പറയാം. ഇത് തന്നെയാണ് ചില കേസിൽ നമ്മുടെ ഐ ലെവലായിട്ട് മാറുക. ഐ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ എങ്ങനെയാണോ കാണുന്നത്, ഒരു സീനിനെ നമ്മൾ എങ്ങനെ കാണുന്നു അതിനനുസരിച്ച് നമ്മൾ ഐ ലെവൽ മാറും. ഇപ്പോൾ ഒരു താഴെ നിന്നൊരു ഉറുമ്പ് കാണുന്ന വ്യൂ ആയിരിക്കൂല ഒരു ബേർഡ് കാണുക. അതേപോലെ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ 3 ക്യാരക്ടേഴ്സും കാണുന്ന ഐ ലെവൽ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. സോ അതിനനുസരിച്ചാണ് നമ്മൾ ഹൊറൈസൺ സെറ്റ് ചെയ്യുക. ഓക്കെ, സോ 1 പോയിന്റ് വരുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ ഈ ഹൊറൈസണിൽ നിന്ന് ഒരു വാനിഷിംഗ് പോയിന്റ് എടുത്തു. ഓക്കെ, ഈ വാനിഷിംഗ് പോയിന്റിൽ ഇപ്പം ഞാൻ ഇവിടെ ഒരു ക്യൂബ് വരയ്ക്കാന്ന് വെക്കാം. ഓക്കെ, അപ്പം അതിൻ്റെ ഫ്രണ്ട് ഫേസ് ആണിത്. അതിൻ്റെ എഡ്ജസ് ഈ വാനിഷിംഗ് പോയിന്റിൽ നിന്ന് വരും. ഓക്കെ, സോ അതിൻ്റെ എല്ലാ ഫേസസും, ഫ്രണ്ട് ഫേസ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ഫേസസും വാനിഷിംഗ് പോയിന്റിലോട്ട് കൊടുത്തിട്ട് വരയ്ക്കുകയാണെങ്കിൽ അത് ഏകദേശം ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇനി നമുക്ക് മേളിലാണ് ഒരു ക്യൂബ് വരയ്ക്കുന്നതെങ്കിൽ ഇവിടെ ആയിട്ടാണ് ഒരു ക്യൂബ് വരുന്നതെങ്കിൽ ഇതിൻ്റെയും ആ വാനിഷ് ചെയ്യുന്ന പോയിന്റ് സെയിം ആയിരിക്കും. ഓക്കെ, ഇവിടെ നിന്ന് എടുത്തു, ഇവിടെ നിന്ന് എടുത്തു, ഇവിടെ നിന്ന് എടുത്തു, ഇവിടെ നിന്ന് വന്നു, ഇവിടെ വന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇനി ഇത് നമ്മൾ നേരെയാണെങ്കിലോ, നേരെയാണെങ്കിൽ ആ ബോക്സിൻ്റെ ഫ്രണ്ട് ഫേസും ഒരു സൈഡ് മാത്രമേ കാണുള്ളൂ. ഇങ്ങനെ ആയിരിക്കും കാണാം. ഓക്കെ, സോ ഇതിൽ ഇപ്പോൾ ഈ വരച്ചത് ഇത് ഹ്യൂമൻ്റെ ഐ ലെവലിലാണുള്ളത്. ഓക്കെ, ഇത് എന്ന് പറയുന്നത് ആൻറ്റിൻ്റെ ഐ ലെവലായിരിക്കും. ഓക്കെ, ഇത് ബേർഡ്സിൻ്റെ ഐ ലെവലും. ഇവിടെ എങ്ങനെയാണ് ഞാൻ ഈ ഐ ലെവൽസ് ഡിറ്റർമിൻ ചെയ്തത്? അതായത് ഇപ്പോൾ ആദ്യത്തെ ഹ്യൂമൻ്റെയിലാണെങ്കിൽ നമ്മൾ ഫ്രണ്ട് ഫേസും സൈഡ്സും മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ, അതായത് നമ്മളുടെ കണ്ണിൻ്റെ അതേ ലെവലിൽ. ഇപ്പോൾ അത് ആൻഡ് ആകുമ്പോഴത്തേക്ക് എന്തായി? ആ ക്യൂബിൻ്റെ അടിഭാഗം നമ്മൾ കാണാൻ തുടങ്ങി.
ഓക്കെ. ഇനി അതേസമയം നേരെ ബേർഡ്സ് ആണെങ്കിലോ, ബേർഡ്സ് എപ്പോഴും മേളിലായിരിക്കും. സോ ബേർഡ്സിൻ്റെ ആ ക്യൂബ് നമ്മൾ കാണുമ്പോഴത്തേക്കും ക്യൂബിൻ്റെ ടോപ്പ് ഫേസ് അതായിരിക്കും നമ്മൾ കൂടുതൽ കാണാം. സോ അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഐ ലെവൽ തീരുമാനിക്കുക. ഇപ്പോൾ ഒരു സീൻ വരികയാണെങ്കിൽ ആ സീനിൽ നമ്മൾ ഏത് ആംഗിളിലാണോ ആ ആംഗിളിനനുസരിച്ച് നമ്മൾ കാണുന്ന ഫേസസ് നമ്മൾ തീരുമാനിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ. അതേപോലെ 1 പോയിന്റ് പെർസ്പെക്റ്റീവിൽ വേറൊരു റൂളും കൂടെ ഉണ്ട്. അതായത് എപ്പോഴും നമ്മൾ ഫ്രണ്ട് ഫേസ് നേരെ കാണുന്നത് അതിനകത്ത് ബാക്കിയുള്ള പെർസ്പെക്റ്റീവ്സിനെ അപേക്ഷിച്ച്, അതായത് 2 പോയിന്റ് 3 പോയിന്റിനൊക്കെ അപേക്ഷിച്ച് 1 പോയിന്റ് എപ്പോഴും ഫ്രണ്ട് ഫേസസ് നമ്മൾ കാണും. ഓക്കെ, നേരെ ഫ്ലാറ്റ് ആയിട്ട് കാണും. അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വെർട്ടിക്കൽ ലൈൻസും ഹൊറിസോണ്ടൽ ലൈൻസും എപ്പോഴും നേരെ തന്നെ വരുള്ളൂ. ഒരിക്കലും ചരിഞ്ഞോ സ്ലാൻഡ് ചെയ്തോ പോകാറില്ല. എപ്പോഴും നേരെ തന്നെ കാണുള്ളൂ. അതേപോലെ ഇപ്പോൾ സപ്പോസ് ഈ ഒരു പെൻസിൽ നമ്മൾ 1 പോയിന്റ് വരയ്ക്കുകയാണ്. ഇപ്പോൾ ഇതിങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്കും ഇത് ഫ്ലാറ്റായിട്ട് നമ്മൾ നേരെ തന്നെ കാണും. ഇത് സപ്പോസ് ഇത് ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് വെച്ചിട്ടാണ് 1 പോയിന്റ് വരയ്ക്കുന്നതെങ്കിലും ഇത് നമ്മൾ ആ ലെങ്ത് വെച്ച് കുറയുമെന്നല്ലാതെ ഇത് ടിൽറ്റ് ചെയ്ത് നമുക്ക് 1 പോയിന്റ് വരയ്ക്കാൻ പറ്റൂല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ടിൽറ്റ് ചെയ്യുമ്പോൾ അത് വേറൊരു വാനിഷിംഗ് പോയിന്റിലോട്ട് പോകും. ഓക്കെ, സോ അതെന്തായി, ഇപ്പോൾ ഈ ഒരു സിംഗിൾ പോയിന്റ് വരച്ചിട്ട് വേറൊരു വാനിഷിംഗ് പോയിന്റും കൂടെ വരുമ്പോൾ അത് 2 പോയിന്റിലോട്ട് പോയി. സോ അത് നമുക്ക് 1 പോയിന്റ് പെർസ്പെക്റ്റീവിൽ കൂട്ടാൻ പറ്റൂല. സോ 1 പോയിന്റ് പെർസ്പെക്റ്റീവിൽ എപ്പോഴും ഫ്രണ്ട് ഫേസസ് കാണാൻ പറ്റും. വെർട്ടിക്കൽ ലൈൻസും ഹൊറിസോണ്ടൽ ലൈൻസും നേരെ തന്നെ ആയിരിക്കും. ആകെ ഡെപ്ത് മാത്രമേ ഒരു പോയിന്റിലോട്ട് കൺവേർജ് ആവുള്ളൂ. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ഞാൻ ഈ ബോക്സിൻ്റെ ഈ ഡെപ്സ് മാത്രമേ ഉള്ളൂ ഈ വാനിഷിംഗ് പോയിന്റിലോട്ട് കൺവേർജ് ചെയ്തിട്ടുള്ളത്. ബാക്കി ഈ ഫ്രണ്ട് ഫേസിലുള്ള വെർട്ടിക്കലും ഹൊറിസോണ്ടൽസും നേരെ തന്നെ വരച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് 1 പോയിന്റിൻ്റെ ബേസിക്. ഇപ്പോൾ നമുക്ക് നമ്മൾ 3D ഫോംസ് വേറെയും വരയ്ക്കുന്നുണ്ട്. ക്യൂബ് അല്ലാതെ തന്നെ നമുക്ക് എന്താ സിലിണ്ടേഴ്സ് വരയ്ക്കാം, കോൺ വരയ്ക്കാം, സ്പിയർ വരയ്ക്കാം, അങ്ങനെ പല ഷേപ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ 1 പോയിന്റിൽ ഒരു സിലിണ്ടർ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഒരു വാനിഷിംഗ് പോയിന്റ് എടുത്തു. ഓക്കെ, ഇപ്പോൾ ഈ വാനിഷിംഗ് പോയിന്റിൽ നിന്ന് ഇപ്പം എനിക്ക് ഇതാണ് എൻ്റെ ഒരു ക്യൂബോർഡിൻ്റെ ഒരു ഫ്രണ്ട് ഫേസ്, അതായത് ഒരു റെക്റ്റാങ്കിൾ നമ്മൾ വരച്ചു. ഓക്കെ, അത് ഈ വാനിഷിംഗ് പോയിന്റിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ, ഇപ്പുറത്തുനിന്ന് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്ത് ഈ എഡ്ജ് നമ്മൾ വരച്ചു. ഓക്കെ, ഈ എഡ്ജും നമ്മൾ വരച്ചു. ഓക്കെ, അപ്പം ഇതൊരു 1 പോയിന്റ് പെർസ്പെക്റ്റീവിലുള്ളൊരു ക്യൂബോർഡായിട്ട് മാറിയേ. ഓക്കെ, ഇനിയിപ്പോൾ ഈ ക്യൂബോർഡിൽ നമുക്കൊരു സിലിണ്ടറാണ് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേറൊരു കാര്യം കൂടെ വേണം. അതായത് ഇതിൻ്റെ ബേസ്, ഈ ക്യൂബോർഡിൻ്റെ ബേസും കൂടെ വേണം. സോ നമ്മൾ ഈ എഡ്ജ് എങ്ങനെ കണക്ട് ചെയ്യുന്നതെന്നുള്ള അറിയണം. അതിനെന്താ, ഇവിടെ നമ്മൾ ഇങ്ങനെ ലൈൻ വരച്ച പോലെ ഇവിടെ നമ്മൾ ഇങ്ങനെ നേരെ ലൈൻ വരയ്ക്കും. ഓക്കെ, എന്നിട്ട് ആ ലൈനിനെ ഈ വാനിഷിംഗ് പോയിന്റിൽ നിന്ന് ഇത് ടച്ച് ചെയ്ത് വരുന്ന രീതിക്ക് ഇങ്ങോട്ടേക്കും കൂടെ വരയ്ക്കും. ഓക്കെ, സോ നമുക്ക് ഇതിപ്പോൾ ഒരു വയർ ഫ്രെയിം ആയിട്ടുള്ളൊരു ക്യൂബോർഡ് കിട്ടും. ഓക്കെ, ഇപ്പം ഇങ്ങനെ ഒരു ഫോം കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ടോപ്പിൽ നിന്ന് നമ്മൾ ഡയഗണൽസ് വരച്ച് ജോയിൻ ചെയ്യും. അതേപോലെ ഇവിടെയും ഡയഗണൽസ് വരച്ച് ജോയിൻ ചെയ്യും. സോ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി, ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ഇനി ഇതിനെ നമ്മളൊരു സർക്കിളാക്കി മാറ്റിക്കഴിഞ്ഞാൽ, അതേപോലെ ഇവിടെ ഒരു സർക്കിളാക്കി മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 2 സർക്കിൾസിൻ്റെ എഡ്ജസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ഒരു സിലിണ്ടറായി. ഓക്കെ, അപ്പോൾ ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു പെർസ്പെക്റ്റീവിൽ സിലിണ്ടേഴ്സ് വരയ്ക്കുക. നമ്മൾ ബേസിക് ആയിട്ട് 3D ഫോംസ് വരയ്ക്കുമ്പോൾ ചെയ്യണ പോലെ തന്നെ. അതായത് എന്താ, നമ്മൾ ആദ്യമേ സാധാരണ നമ്മൾ കൺവെൻഷനലി നമ്മളൊരു 3D ഫോം വരയ്ക്കുമ്പോൾ എങ്ങനെയാണ്, ഐസോമെട്രിക്കിൽ ഒരു ബോക്സ് വരയ്ക്കും. ആ ബോക്സിൽ നിന്ന് ഡയഗണൽ വരയ്ക്കും. ആ ഡയഗണലിൽ നമ്മൾ സർക്കിൾ വരയ്ക്കും. അത് ബിൽഡ് ചെയ്ത് സിലിണ്ടറാക്കി കൊണ്ടുവരും. സെയിം പ്രിൻസിപ്പിളാണ് ഇവിടെ അപ്ലൈ ചെയ്യുക. ബട്ട് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മൾ വാനിഷിംഗ് പോയിന്റിലോട്ട് കൺവേർട്ട് ചെയ്തായിരിക്കും ആദ്യമേ വരയ്ക്കുന്ന ആ ഫണ്ടമെൻ്റൽ ക്യൂബ് വരച്ചു പോവുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്താവുക, ആ ക്യൂബ് അല്ലെങ്കിൽ ആ ഒരു സിലിണ്ടർ പെർസ്പെക്റ്റീവിലോട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇതേ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ബാക്കി എല്ലാത്തിനും വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏകദേശം ഇങ്ങനെ ഒരു ഫോമിലായിരിക്കും അതുണ്ടാവുക. എന്താ, ഒരു ക്യൂബോർഡ്, ആ ക്യൂബോർഡിൽ നമ്മൾ ഡയഗണൽ വരച്ചു, താഴെയും ബേസ് ഡയഗണൽ വരച്ചു,
അതിൽ നിന്ന് സർക്കിൾസ് കൊണ്ടുവന്നു, ആ സർക്കിൾസിൽ നിന്ന് എഡ്ജസ് ജോയിൻ ചെയ്തു, നമ്മൾ സിലിണ്ടർ ആക്കി. ഓക്കെ, അപ്പം ഇതാണ് നമ്മളെന്താ 1 പോയിന്റിൽ ബേസിക് ഷേപ്സ് വരയ്ക്കുക. ഇത് നമ്മൾ കുറച്ചും കൂടെ എന്താ ഫർദർ ആയിട്ട് വരച്ച് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സ്ട്രീറ്റ് മേ ബി എന്താ ഹ്യൂമൻസിനെ വരച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. സോ ബേസിക് ഇതാണ്, ഇതിൽ നിന്നാണ് നമ്മൾ ഫർദർ അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പോൾ അടുത്തത് 2 പോയിന്റ് പെർസ്പെക്റ്റീവ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 1 പോയിന്റിൽ ഒരു വാനിഷിംഗ് പോയിന്റ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ 2 പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താ, ഓബിയസ്ലി 2 വാനിഷിംഗ് പോയിന്റ്സ് ഉണ്ടാവും. ഓക്കെ, ബട്ട് 2 വാനിഷിംഗ് പോയിന്റ്സ് വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോർണേഴ്സ് ആയിരിക്കും കാണാം. ഓക്കെ, അത് എക്സ്റ്റീരിയറിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെയും ഇൻറ്റീരിയറിലാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും കോർണേഴ്സ് കാണാം. ഓക്കെ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു കട്ടർ ആണെങ്കിൽ, ഓക്കെ, ഈ കട്ടറിൻ്റെ ഇങ്ങനത്തെ ഒരു ഫോമിലായിരിക്കും നമ്മൾ വരയ്ക്കുക. അതാണ് 2 പോയിന്റിന്റെ പ്രത്യേകത. അതായത് 2 ഫേസസ് അല്ലെങ്കിൽ ഒരു കോർണർ ആയിരിക്കും നമ്മൾ കാണാം. അതേപോലെ തന്നെ അതിൻ്റെ ഈ 2 ഫേസസിൻ്റെയും ഈ എഡ്ജസ് 2 വാനിഷിംഗ് പോയിന്റിലോട്ട് കൺവേർട്ട് ചെയ്ത് പോകുന്ന പോലെ നമുക്ക് കാണാം. ഓക്കെ, സോ നമുക്ക് വരയ്ക്കാം. ഇവിടെ ഒരു വാനിഷിംഗ് പോയിന്റ് എടുത്തു, ഇവിടെ ഒരു വാനിഷിംഗ് പോയിന്റ് എടുത്തു. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു കോർണറാണ് ആദ്യമേ കാണുന്നത് പറഞ്ഞു. സോ ഞാൻ ഇവിടെ ഒരു കോർണറിന് വേണ്ടി ഒരു വേർട്ടിക്കൽ ലൈൻ വരച്ചു. ഓക്കെ, ആ വേർട്ടിക്കൽ ലൈനിലോട്ട് ഈ വാനിഷിംഗ് പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു. ഓക്കെ, അതേപോലെ ആ വാനിഷിംഗ് പോയിന്റിൽ നിന്ന് ഇവിടുന്ന് ഈ എഡ്ജിലേക്ക് ഇവിടെ ഒരു ലൈൻ വരച്ചു. ഓക്കെ, സെയിം ഇവിടുന്ന് ഞാൻ ഒരു വാനിഷിംഗ് പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ലൈൻ വരച്ചു. ഈ എഡ്ജിൽ നിന്ന് ഈ വാനിഷിംഗ് പോയിന്റിലേക്ക് ഇങ്ങോട്ടും ഒരു ലൈൻ വരച്ചു. ഓക്കെ, സോ ഇപ്പം എൻ്റെ ഒരു എഡ്ജ് ആയുള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു ഫേസ് ഞാൻ സെറ്റ് ചെയ്യണം. എനിക്ക് ഇവിടെ ഒരു ഫേസ് വേണം, ഇവിടെ ഒരു ഫേസ് വേണം. സോ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു ലൈൻ വരച്ചു. ആ 2 വാനിഷിംഗ് പോയിന്റിൽ നിന്ന് വന്ന ലൈൻസിൽ നിന്നും ഇവിടെ ലൈൻ വരച്ചു. അഗെയിൻ ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചു. ഓക്കെ, സോ ഇപ്പം എന്തായി, എനിക്ക് 2 ഫേസസ് ആയി. അപ്പം ഞാൻ അത് ഹൈലൈറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 2 ഫേസ് കൺവേർട്ട് ചെയ്യുന്ന ഒരു റെക്ടാങ്കിൾ കിട്ടി, സോറി ഒരു ക്യൂബോർഡ് കിട്ടി. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു ബേസിക് ക്യൂബ് വരയ്ക്കുക. അപ്പം ഇതിൽ ഞാൻ നേരത്തെ 1 പോയിന്റിനകത്ത് നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു. എന്താ, അതായത് നമ്മളൊരു വെർട്ടിക്കൽസും ഹൊറിസോണ്ടൽസും നേരെ വരും എന്ന് പറഞ്ഞു. ഇതിൽ വരുമ്പോഴത്തേക്കും വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹൊറിസോണ്ടൽ ലൈൻസും വാനിഷിംഗ് പോയിന്റിലോട്ട് കൺവേർജ് ആവും. അതായത് ഹൈറ്റ്, ഒരു ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് മാത്രമേ നമുക്ക് നേരെ വരയ്ക്കാൻ പറ്റുള്ളൂ, കൺവേർജ് ആവൂല ഹൈറ്റ്. ബാക്കി വരുന്ന ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള എല്ലാം ഒരു വാനിഷിംഗ് പോയിന്റിലോട്ട് പോകും. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ ഹ്യൂമൻ ഐ പോയിന്റിലാണ്, ഐ ലെവലിലാണ് ഉള്ളത്. ഓക്കെ, അതായത് നമുക്ക് 2 ഫേസസ് മാത്രമേ കാണുന്നുള്ളൂ, ടോപ്പും കാണുന്നില്ല, നമ്മൾ ബോട്ടവും കാണുന്നില്ല. സോ ഇത് നമുക്കൊരു എന്താ ബേർഡ് ഐ വ്യൂ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവുക, നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ സെയിം ഒരു എഡ്ജ് വരച്ചു, ഇവിടെ ഞാൻ ഒരു എഡ്ജ് വരച്ചു. ഓക്കെ, ഞാൻ ആ എഡ്ജിലേക്ക് ഈ വാനിഷിംഗ് പോയിന്റിൽ നിന്ന് ഒരു ലൈൻ വരച്ചു. ഓക്കെ, സെയിം ഇവിടെ ഞാൻ പിന്നെ ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആണ് എൻ്റെ വാനിഷിംഗ് പോയിന്റെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ അടുത്ത ലൈൻ വരച്ചു. ഓക്കെ, ഇവിടെ ഞാൻ അടുത്ത ലൈനും കൂടെ വരച്ചു. ഓക്കെ, ഈ ലൈൻ ഞാൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഓക്കെ, സോ എൻ്റെ ഈ ഒരു ഫേസ് ഇവിടെ ഇങ്ങനെ കിട്ടും. ഓക്കെ, എനിക്കെന്താ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഞാൻ ഈ 2 ലൈനും ജോയിൻ ചെയ്ത് ഇങ്ങനെ ലൈൻ വരച്ചു. സോ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു. അപ്പം എനിക്ക് 2 ഫേസ് കിട്ടി. ബട്ട് ഇവിടെ നമുക്ക് എന്താ, ഇവിടെ ഒരു ഫേസും കൂടെ കാണിക്കാൻ പറ്റും. അവിടെ ആ ഒരു സ്പേസ് വേക്കൻ്റ് ആണ്, മിസ്സിംഗ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ പോയിന്റിൽ നിന്ന് ഈ ഫേസിൻ്റെ ഈ പോയിന്റിൽ നിന്ന് കണക്ട് ചെയ്ത് ലൈൻ വരയ്ക്കാം. അത് ഏകദേശം എന്താ ഇങ്ങനെ പോകുന്നുണ്ടാവും. ഓക്കെ, അതേപോലെ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് നമുക്ക് ലൈൻ വരയ്ക്കാൻ പറ്റും. അത് ഏകദേശം എന്താ ഇങ്ങനെ പോകും. ഓക്കെ, സോ അവിടെ നമുക്കൊരു ഇൻ്റർസെക്ഷൻ പോയിന്റ് കിട്ടി. ഓക്കെ, സോ അങ്ങനെ എടുക്കുമ്പോൾ എന്തായി, ഈ 2 ലൈൻസും നമ്മൾ
ഹാർഡൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്തായി ഒരു ബേർഡ് ഐ വ്യൂ കിട്ടി. അതായത് നമുക്ക് ടോപ്പ് ഫേസ് കാണാം. ഓക്കെ, അപ്പം എന്തായി മേളിലത്തെ ഫേസ് കാണാം, രണ്ട് സൈഡ്സിലെയും ഫേസ് കാണാം. ഓക്കെ, ഇനി ഇത് നമുക്ക് ആൻറ്റി വ്യൂവിൽ കൊണ്ടുപോകണം. അപ്പോഴത്തേക്ക് എന്താവും, നമ്മൾ അടിയായിരിക്കും കാണാം, അതായത് ബോട്ടം ഫേസ് ആയിരിക്കും നമ്മൾ കൂടുതൽ കാണാം. അപ്പോൾ നമുക്ക് ആൻറ്റി വ്യൂ നോക്കാം. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു കോർണേഴ്സ് ഉണ്ട്. സോ ഇവിടെ നമ്മളൊരു കോർണർ കൊടുത്തു. ഓക്കെ, ആ കോർണറിൽ നിന്ന് ഈ വാനിഷിംഗ് പോയിന്റിലോട്ട് ലൈൻ വരച്ചു. ഓക്കെ, അതേപോലെ അതിൻ്റെ ടോപ്പ് കോർണറിൽ നിന്ന് ലൈൻ വരച്ചു, എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, ഇനി എന്താ ഇപ്പോഴത്തെ വാനിഷിംഗ് പോയിന്റിൽ നിന്നും ഇവിടത്തേക്ക് ലൈൻ വരച്ചു, ഇവിടെ നിന്ന് എടുത്തു, ഇവിടത്തേക്ക് ലൈൻ വരച്ചു, ഇവിടെ നിന്ന് എടുത്തു, ഇവിടത്തേക്ക് ലൈൻ വരച്ചു. ഓക്കെ, സോ ഇനി എനിക്കെന്താ ഇവിടെ ഒരു ഫേസ് വേണം, ഇവിടെ ഒരു ഫേസ് വേണം. സോ ഞാൻ ഇവിടെ നേരെ വെർട്ടിക്കലായിട്ടൊരു ഫേസ് വരച്ചു, ഇവിടെ ഒരെണ്ണം വരച്ചു. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഒരു ഫേസും കിട്ടി, ഈ ഒരു ഫേസും കിട്ടി. ഇപ്പം രണ്ട് ഫേസസ് ആയി. ഇനി എനിക്ക് എന്താ വേണ്ട, ഈ ബോട്ടം ഫേസ് വേണം. സോ ഈ പോയിന്റിൽ നിന്ന് ഇവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് ലൈൻ വരച്ചു. ഓക്കെ, അതേപോലെ ഈ പോയിന്റിൽ നിന്ന് ഞാൻ ഇവിടത്തേക്ക് ലൈൻ വരച്ചു. ഓക്കെ, സോ എനിക്ക് അവിടെ ഒരു ഇൻ്റർസെക്ഷൻ പോയിന്റ് കിട്ടി. സോ ഇത് രണ്ടും കൂടെ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ക്യൂബായി. സോ ഈ 3 ക്യൂബിൻ്റെയും വ്യത്യാസം എന്താ, ഇതിൽ നമുക്ക് ടോപ്പ് കാണാം, ഇതിൽ രണ്ട് ഫേസസ് മാത്രമേ കാണുള്ളൂ, നമുക്ക് ബോട്ടം കാണാം. സോ ടോപ്പ് കാണുകയാണെങ്കിൽ അത് ബേർഡ് ഐ വ്യൂ, ബോട്ടം ആണ് കാണുന്നെങ്കിൽ എന്താ ആൻഡ് ഐ വ്യൂ. രണ്ട് ഫേസസ് മാത്രം, അല്ലെങ്കിൽ ഒരു മിഡ് ലെവലിലാണ് നമ്മൾ കാണുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഹ്യൂമൻ വ്യൂ. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇതിൽ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഇവിടുന്ന് ഞാൻ ലൈറ്റ് ഇങ്ങോട്ടാണ് കൊടുത്തത്. സോ അതുകൊണ്ടാണ് ഇത്രയും പാർട്ട് ഡാർക്കായിട്ടും ഇവിടെ ഫ്രണ്ട് ലൈറ്റായിട്ടും പ്ലേസ് ചെയ്തേക്കുന്നത്. സോ ഇവിടുന്ന് വരുമ്പോഴും ഇവിടെ എന്താ ഈ പാർട്ട് ഇത്രയും ഡാർക്കായിട്ടും എഡ്ജിലോട്ട് പോകുമ്പോൾ ലൈറ്ററായിട്ടും വരും. അടി അല്ലെങ്കിൽ അതിൻ്റെ ബോട്ടം നല്ലോണം ഡാർക്കറായിരിക്കും. സ്റ്റിൽ ഒരു ചെറിയ എമൗണ്ട് ഓഫ് ലൈറ്റ് ആ എഡ്ജസിലോട്ട് ബ്ലീഡ് ചെയ്യും. അതുകൊണ്ടാണ് ആ എഡ്ജ് കുറച്ച് കമ്പാരിറ്റീവ്ലി ലൈറ്ററായിട്ട് നമ്മൾ കീപ്പ് ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെയാണ് 2 പോയിന്റ് പെർസ്പെക്റ്റീവിൽ ബേസിക് ക്യൂബ്സ് വരാം. ഇനി അതേപോലെ നമുക്ക് 2 പോയിന്റിൽ നമുക്കൊരു എന്താ പറയുക ഒരു പിരമിഡ് വരച്ചാലോ. അപ്പോൾ അഗെയിൻ ഇവിടുന്ന് രണ്ട് വാനിഷിംഗ് പോയിന്റ് എടുത്തു, ആ വാനിഷിംഗ് പോയിന്റിൽ നിന്ന് ഇങ്ങനെ ലൈൻ വരച്ചു, ഇങ്ങനെ ലൈൻ വരച്ചു, ഇങ്ങനെ ലൈൻ വരച്ചു, ഇങ്ങനെ ലൈൻ വരച്ചു. സോ നമ്മളുടെ ബേസ് കിട്ടി. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ബേസ് ഫോം. ഇതിൽ നിന്ന് നമുക്കിനി ഹൈറ്റ് കൊടുക്കണം. സോ ഇവിടെ നമ്മൾ ഹൈറ്റ് എടുത്തു. ഓക്കെ, അപ്പം ഈ ഹൈറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ലൈൻ വരച്ചു, ഇങ്ങോട്ടേക്ക് ലൈൻ വരച്ചു. ഓക്കെ, അതേപോലെ ഇവിടുന്ന് അടുത്ത ലൈൻ വരച്ചു, ഇവിടുന്ന് അടുത്ത ലൈൻ വരച്ചു. സോ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ എഡ്ജസ് ഭയങ്കര തിന്നായിട്ടേ കാണുള്ളൂ. എങ്കിൽ എന്താ അതിൻ്റെ മേളിലത്തെ ഫേസ് ഭയങ്കര തിന്നായിട്ടേ കാണുള്ളൂ. ഏകദേശം ഇങ്ങനൊരു ഫോമിലായിരിക്കും അത് ഉണ്ടാവുക. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ പിരമിഡ് ആകുമ്പോൾ കുറച്ചും കൂടെ ലെങ്ത് കൂടുമല്ലോ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നീട്ടി വരയ്ക്കാം, ഇങ്ങോട്ടേക്ക് ആക്കാം. ഓക്കെ, സെയിം ഇവിടെ നമ്മൾ ലൈൻ വരച്ചു, ലൈൻ വരച്ചു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ വയർ മെഷ് ഈ ഒരു ഫോമിലായിരിക്കും ഉണ്ടാവുക. ഇതിൽ ഇവിടെ എഗെയിൻ നമ്മൾ ആ ഡയഗണൽ വരച്ച് അവിടെ നിന്നൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റ് ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വരച്ചു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് വേണ്ട പിരമിഡ്. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമ്മൾ 2 പോയിന്റ് പിരമിഡ് വരാം. ഓക്കെ, പിന്നെ ഇതിൽ ഞാൻ നേരത്തെ പെർസ്പെക്റ്റീവ് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു കാര്യം പറയാൻ പറ്റും, അതായത് ഡിസ്ട്രോഷൻ. ഡിസ്ട്രോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് നമ്മൾ വാനിഷിംഗ് പോയിന്റ്, നമ്മൾ ഇവിടെ ഒരു വാനിഷിംഗ് പോയിന്റ് എടുത്തു, ഇത്ര അടുത്തായിട്ടൊരു വാനിഷിംഗ് പോയിന്റ് എടുത്തു. ഓക്കെ, പിന്നെ ഞാൻ ഇവിടെ ഒരു ക്യൂബ് വരയ്ക്കാൻ നോക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ല വലിയൊരു ക്യൂബാണെങ്കിൽ ഇത് ഇങ്ങനെ ആയിരിക്കും നിൽക്കുക. ഈ ഒരു ഫോമിൽ ഇച്ചിരി വലിഞ്ഞ് നിൽക്കണ പോലെ ഒരു മിസ്പ്രൊപ്പോർഷനായിട്ട് ഫീൽ അതിനുണ്ടാവും.
ഓക്കെ. സോ ഇത് നമുക്ക് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ഉള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് വാനിഷിംഗ് പോയിന്റ്സും നമ്മൾ പുറത്തോട്ട് വയ്ക്കുക. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ഫ്രെയിം ഇതാണെന്ന് വയ്ക്കാം. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ വാനിഷിംഗ് പോയിന്റ് ഫ്രെയിമിന് പുറത്ത് വയ്ക്കാം. അതായത് ഇപ്പോൾ ഇവിടെയോ ഇവിടെ ആയിട്ട് രണ്ട് വാനിഷിംഗ് പോയിന്റ്സ് വെക്കാം. ഓക്കെ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഫ്രെയിംസിനുള്ളിൽ വെക്കാം, ഇവിടെയോ ഇവിടെ ആയിട്ട് വെക്കാം. ഇങ്ങനെ വെക്കുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ രണ്ട് വാനിഷിംഗ് പോയിന്റ് നിൽക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഫോം വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്ട്രോഷൻ എമൗണ്ട് കുറവായിരിക്കും. അതിൻ്റെ പ്രൊപ്പോർഷൻ ഏകദേശം ഈക്വൽ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും, പ്രോപ്പർ പ്രൊപ്പോർഷനിൽ കിട്ടും. ഞാൻ അതേസമയം ഞാൻ ഇവിടെ ആണ് വാനിഷിംഗ് പോയിന്റ് വെക്കുന്നതെങ്കിലോ, രണ്ട് വാനിഷിംഗ് പോയിന്റ് ഇവിടെ ആണെങ്കിലോ, അപ്പോൾ ഞാൻ എൻ്റെ ഫോം ഞാൻ ഇപ്പം ഈ ഒരു ഹൈറ്റിലുള്ള ഒരു ക്യൂബാണ് വരയ്ക്കുന്നതെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എൻ്റെ വാനിഷിംഗ് പോയിന്റ് പോവുക. ഓക്കെ. സോ ഞാൻ ആ ക്യൂബ് വരച്ച് വരുമ്പോഴത്തേക്കും ഏകദേശം അതൊരു ക്യൂബോയിഡായിട്ട് മാറും. നമ്മൾ വരയ്ക്കാൻ ശ്രമിക്കുന്ന ക്യൂബായിരിക്കും, ബട്ട് അതൊരു ക്യൂബോയിഡായിട്ട് മാറും. കാരണം എന്താ, ഡിസ്ട്രോഷൻ. അപ്പോൾ എപ്പോഴും നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്കും ഡിസ്ട്രോഷൻ ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യുക, വാനിഷിംഗ് പോയിന്റ്സ് ദൂരെ വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പ്രൊപ്പോർഷൻ്റെ പ്രശ്നം മാക്സിമം ഒഴിവാക്കാൻ പറ്റും. അപ്പം ഇതാണ് 2 പോയിന്റ് പെർസ്പെക്റ്റീവ്. അടുത്ത നമുക്ക് 3 പോയിന്റിലോട്ട് പോവാം. ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 1 പോയിന്റിലാകുമ്പോൾ ഫ്രണ്ട് കാണാം, 2 പോയിന്റിലാകുമ്പോൾ കോർണേഴ്സ് കാണാം. ഓക്കെ. അപ്പോൾ 3 പോയിന്റ് വരുമ്പോൾ ഉള്ള പ്രത്യേകത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ 3 പോയിന്റിൽ ഹൈറ്റും കൺവേർജ് ചെയ്യും. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 2 പോയിന്റ് പറഞ്ഞപ്പോഴത്തേക്ക് എന്താ, ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള എല്ലാം കൺവേർജ് ചെയ്യുമെന്ന് പറഞ്ഞു, ബട്ട് വെർട്ടിക്കൽ പ്ലെയിനിലുള്ളത് നേരെ തന്നെ പോകുന്നുണ്ടാവും. ബട്ട് 3 പോയിന്റ് വരുമ്പോഴത്തേക്കും വെർട്ടിക്കൽ പ്ലെയിനിലുള്ളതും കൺവേർജ് ചെയ്യാൻ തുടങ്ങും. അതായത് 3 വാനിഷിംഗ് പോയിന്റ് ഉണ്ടാവും, ഒന്ന് എക്സ്, ഒന്ന് വൈ, ഒന്ന് സെഡ്. ഓക്കെ. അപ്പോൾ 3 വാനിഷിംഗ് പോയിന്റിലോട്ടും കൺവേർജ് ചെയ്ത് പോകുന്നതിനാണ് 3 പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇതാണ് നമ്മളൊരു ഫ്രെയിമെങ്കിൽ ഇവിടെ ഞാൻ ഒരു വാനിഷിംഗ് പോയിന്റ് എടുത്തു, ഇവിടെ അടുത്തെടുത്തു, ഇവിടെ അടുത്തെടുത്തു. ഓക്കെ. ഇവിടുന്ന് ഞാൻ ഇങ്ങനെ ലൈൻ വരച്ചു, ഇങ്ങനെ ലൈൻ വരച്ചു. ഓക്കെ. ആൻഡ് ഈ ഇൻ്റർസെക്ഷൻ പോയിന്റിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് താഴേക്ക് ഒരു ലൈൻ വരച്ചു. ഓക്കെ. അതേപോലെ ഇനി ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്ക് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോലെ ലൈൻ വരച്ചു. ഓക്കെ. അതേപോലെ ഈ പോയിന്റിൽ നിന്ന് ഈ രണ്ട് ലൈൻസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രീതിക്ക് ഇവിടുന്ന് ഞാൻ ഇങ്ങനെ ലൈൻ വരച്ചു. ഓക്കെ. സോ എനിക്ക് ഒരു ടോപ്പ് ഫേസ് കിട്ടി. ഓക്കെ. ഇങ്ങനെ ഒരു ഫേസ് എനിക്ക് കിട്ടി. ഇനി എന്താ, എനിക്ക് ഈ രണ്ട് സൈഡ്സ് വേണം. സോ ഞാൻ എന്ത് ചെയ്തു, ആ രണ്ട് സൈഡ്സിൻ്റെ ഡെപ്ത് ആദ്യമേ കൊടുക്കാൻ തീരുമാനിച്ചു, അതായത് ഹൈറ്റ്. സോ എൻ്റെ വാനിഷിംഗ് പോയിന്റ് ഇവിടെ ആണ്, ഇവിടുന്ന് ഞാൻ ഈ കോർണറിലേക്ക് ലൈൻസ് എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ. അതേപോലെ ഇവിടുന്ന് ഞാൻ ഈ കോർണറിലേക്ക് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ. അപ്പോൾ എനിക്ക് രണ്ട് സൈഡ്സ് കിട്ടി. ഇനി എനിക്ക് ഈ രണ്ട് സൈഡ്സിലും ഇത് ഫേസ് ആക്കണമല്ലോ, അതായത് ഇതൊരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സിലിണ്ടർ അല്ലെങ്കിൽ ഒരു ക്യൂബ് അല്ലെങ്കിൽ ഒരു ക്യൂബോർഡ് ആണല്ലോ. സോ അതിന് ഫേസ് വേണ്ടേ. സോ ഫേസ് ആക്കണമെങ്കിൽ എന്താ, ഇപ്പം എനിക്ക് സപ്പോസ് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇത്രയും മതി എന്നാണ് ഞാൻ തീരുമാനിക്കുന്നതെങ്കിൽ ഞാൻ ഈ വാനിഷിംഗ് പോയിന്റിൽ നിന്ന് ഇങ്ങനെ ആ ലൈൻ ടച്ച് ചെയ്ത് നേരെ കൊണ്ടുവന്ന ഇവിടെ എനിക്ക് അതിൻ്റെ ആ ഒരു ഫേസ് കിട്ടി. ഓക്കെ. ഇനി അതേപോലെ ഈ പോയിന്റിൽ നിന്ന് എനിക്ക് ഈ എഡ്ജ് അല്ലെങ്കിൽ ഈ ഒരു കോർണർ ആ ഒരു പോയിന്റ് തട്ടുന്ന രീതിക്കാണ് ഞാൻ വരയ്ക്കുന്നതെങ്കിൽ ഇവിടുന്ന് ഞാൻ ആ ഒരു പോയിന്റ് ടച്ച് ചെയ്ത് വരയ്ക്കുക. ഓക്കെ. വരയ്ക്കുകയാണെങ്കിൽ അപ്പോൾ എനിക്ക് ഇവിടെ അടുത്ത പോയിന്റ് കിട്ടി. സോ ഈ ഡോട്ട്സ് ഞാൻ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ 3 പോയിന്റിലെ ക്യൂബായി. ഓക്കെ. അപ്പോൾ ഈ 2 പോയിന്റിനെ അപേക്ഷിച്ച് ഇതിനകത്ത് വരുമ്പോൾ എന്താ, ഈ ഒരു ഫേസും അതേപോലെ ഈ രണ്ട് ഫേസസും ലെങ്ത് വൈസും കൺവേർജ് ആവുന്നുണ്ട്. സോ ഒരു പോയിന്റ്, അടുത്ത പോയിന്റ്, അടുത്ത പോയിന്റ്. സോ അങ്ങനെ 3 പോയിന്റ്സിലോട്ട് അത് വാനിഷ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് 3 പോയിന്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇതിപ്പോൾ ഏത് ഐ ലെവലിലുള്ളത്,
ബേർഡ് ഐ വ്യൂവിൽ. ഓക്കെ, ഇനി ഇത് നമുക്ക് ആൻഡ് ഐ വ്യൂക്ക് കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യുക? ഇത് തന്നെ നമ്മൾ നേരെ എന്ത് ചെയ്യും? ഫ്ലിപ്പ് ചെയ്യും. അതായത് വാനിഷിംഗ് പോയിന്റ് നമ്മൾ മേളിൽ വെക്കും. ഓക്കെ, വാനിഷിംഗ് പോയിന്റ് മേളിൽ വെച്ചിട്ട് സെയിം പ്രോസസ്സ്. ഇവിടെ നമ്മൾ ഇങ്ങനെ ലൈൻ വരച്ചു, ഇങ്ങനെ വരച്ചു, ഇവിടെ ഒരു ഇൻ്റർസെക്ഷൻ പോയിന്റ് കിട്ടി, അവിടെ നമ്മൾ അടുത്ത ലൈൻ ഇങ്ങനെ വരച്ചു, അടുത്ത ലൈൻ ഇങ്ങനെ വരച്ചു, ഇവിടുന്ന് ഇങ്ങനെ ലൈൻ ഇങ്ങനെ കൊടുത്തു, ആ ഇൻ്റർസെക്ഷൻ പോയിന്റിലോട്ട് അടുത്ത ലൈൻ വരച്ചു. ഓക്കെ, ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ലൈൻ വരയ്ക്കാം, ഇങ്ങനെ വരച്ചു. ഓക്കെ, ഈ ഒരു പോയിന്റ് എടുത്തു. ഈ പോയിന്റ് ഞാൻ കണക്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് എടുത്തു. ഓക്കെ, സോ എനിക്ക് ബേസ് കിട്ടി. ഞാൻ എന്ത് ചെയ്യുക? എനിക്ക് ഈ ഒരു ഹൈറ്റ് മതി എന്ന് ഞാൻ തീരുമാനിച്ചു. സോ ഇവിടുന്ന് ഞാൻ ഈ വാനിഷിംഗ് പോയിന്റിലോട്ട് വരച്ചു. അപ്പോൾ എനിക്ക് ഈ എഡ്ജ് കിട്ടി. അതേപോലെ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ വാനിഷിംഗ് പോയിന്റ് വരച്ചു, എനിക്ക് ആ പോയിന്റ് കിട്ടി. സോ ഇത് ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇനി സപ്പോസ് കുറച്ചും കൂടെ വലിയൊരു, അതായത് ഇപ്പോൾ എന്താ പറയുക, നമ്മളൊരു ഈ ആൻഡ് വ്യൂ എന്ന് പറയുമ്പോൾ ആൻസ് മാത്രം നോക്കുന്നതല്ല. ഇപ്പം നമ്മളൊരു സ്ട്രീറ്റിൽ പോയിട്ട് സപ്പോസ് നമ്മൾ ബുർജ് ഖലീഫയുടെ അടിയിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ ഷോട്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നതും ആൻഡ് വ്യൂ തന്നെയാണ് മേളിലോട്ട് നോക്കുമ്പോൾ. സോ ആ ഒരു സീനറി എടുത്ത് ഇപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും? ഇപ്പോൾ അതിൻ്റെ ടോപ്പ് ഇവിടെ ആണെന്ന് വെക്കാം. സോ നമ്മൾ ഇവിടെ നിന്ന് ഈ വാനിഷിംഗ് പോയിന്റ് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കണക്ട് ചെയ്തു. ഓക്കെ, അതേപോലെ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നു. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തായി? ഇങ്ങനെ ഒരു ക്യൂബായിട്ട് മാറി. ഓക്കെ, അതായത് ക്യൂബല്ല, ഒരു ക്യൂബായിട്ട് മാറി. അതായത് അതിൻ്റെ ഹൈറ്റ് എവിടെയോ ഒരു വാനിഷിംഗ് പോയിന്റ് ദൂരെ പോണ പോലെ ഒരു ഫീൽ കിട്ടും നമ്മൾ താഴെ നോക്കുമ്പോൾ. സോ ഇങ്ങനെയാണ് 3 പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുക? ആൻഡ് ഐ വ്യൂ വരയ്ക്കാം. ഓക്കെ, ലൈക്ക് ഹ്യൂമൻ വ്യൂ വരുമ്പോഴത്തേക്ക് എപ്പോഴും 2 കോർണേഴ്സും അതിൻ്റെ ആ ഒരു ഹൈറ്റ് കുറച്ച് മാറി നിൽക്കുന്നുള്ളൂ. അതായത് ഹൈറ്റ് വാനിഷിംഗ് പോയിന്റിലോട്ട് കൺവേർജ് ആവും. ഇപ്പോൾ ഇവിടെ നിന്നൊരു പോയിന്റ് എടുത്ത് വെച്ചു, ഈ പോയിന്റ് സോറി ഇവിടെ സെപ്പറേറ്റ് വരയ്ക്കാം. അതായത് ഇവിടെ ഒരു വാനിഷിംഗ് പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു വാനിഷിംഗ് പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു വാനിഷിംഗ് പോയിന്റ് ഉണ്ട്. ഓക്കെ, ഈ വാനിഷിംഗ് പോയിന്റ് ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. ഓക്കെ, ഇങ്ങനെ ഒരു ഫോമിലായിരിക്കും നമ്മളുടെ ഐ ലെവൽ, അതായത് ഹ്യൂമൻ ഐ ലെവൽ കാണാം. ഓക്കെ, അതായത് 2 ഫേസസ് കാണും, അതിൻ്റെ ലെങ്ത് ഒരു വാനിഷിംഗ് പോയിന്റിലോട്ട് കൺവേർജ് ആവും. ഓക്കെ, ഇപ്പം നമ്മൾ ഹൊറൈസൺ വരയ്ക്കുകയാണെങ്കിൽ ഏകദേശം അതിൻ്റെ ബോക്സിൻ്റെ മിഡിൽ കൂടെ പോകും. ഓക്കെ, ഇവിടെ ബേർഡ് ഐ വ്യൂവിലാണെങ്കിൽ ഹൊറൈസൺ ബോക്സിൻ്റെ മേളിൽ കൂടെയും ആൻഡ് ഐ വ്യൂ ആണെങ്കിൽ താഴെ കൂടെയും പോകും. ഓക്കെ, സോ ഇതാണ് 3 പോയിന്റ് പെർസ്പെക്റ്റീവ് വരാം. ഇനി ഇതിലിപ്പോൾ നമുക്കൊരു കോണ് വരയ്ക്കണമെങ്കിൽ എങ്ങനെയാണ്? അഗെയിൻ ഒരു വാനിഷിംഗ് പോയിന്റ് എടുത്തു, ഇവിടെ ഒരു വാനിഷിംഗ് പോയിന്റ് എടുത്തു, ഇവിടെ ഒരു വാനിഷിംഗ് പോയിന്റ് എടുത്തു, വരച്ചു, 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 വരച്ചു. ഈ കോർണേഴ്സ് ഇവിടെ നിന്ന് എടുത്തു, ഈ കോർണേഴ്സ് ഇവിടെ നിന്ന് എടുത്തു, ഈ കോർണേഴ്സ് ഇവിടെ നിന്ന് എടുത്തു. അഗെയിൻ ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ എടുത്തു, ഇവിടുന്ന് ഇങ്ങനെ ഈ വാനിഷിംഗ് പോയിന്റിലോട്ട് കൺവേർട്ട് ചെയ്തു. ഈ എഡ്ജസ് നമ്മൾ ഇവിടുന്ന് കൊടുത്തു. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെയും കൂടെ വരച്ചു. സോ നമ്മൾ വയർ മെഷ് വരുമ്പോഴത്തേക്ക് ഏകദേശം ഈ ഒരു ഫോമിലായിരിക്കും ഉണ്ടാവുക. ഇങ്ങനൊരു ഫോമാറ്റിലായിരിക്കും ഉണ്ടാവുക. ഇനി എന്ത് ചെയ്യും? കോണാണ് നമ്മൾ പറഞ്ഞത്. സോ ബേസ് സർക്കിൾ ആയിരിക്കും. സോ ഡയഗണൽസ് 2 എടുത്തു, ഇവിടെ ഒരു ഡയഗണൽ പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു ഡയഗണൽ പോയിന്റ് ഉണ്ട്. ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചു. ഓക്കെ, ഞാൻ ഈ സർക്കിളിൽ നിന്ന് ഈ പോയിന്റിലോട്ട് ഇങ്ങനെ നീളത്തിയ ലൈൻ വരച്ചു. അതായത് നമ്മളെ ഫോം വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും.
ഓക്കെ, എൻ്റെ ഷാഡോസ് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 3 പോയിന്റിലൊരു കോൺ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള പെർസ്പെക്റ്റീവിൻ്റെ ഐഡിയ. ഇതുവരെ കണ്ടതിൽ പെർസ്പെക്റ്റീവ്സിൻ്റെ ഫണ്ടമെൻറ്റൽസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബാക്കി വീഡിയോസിനായി തിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.